ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് ടിപ്സ്. അപ്പോൾ നമ്മുടെ KTET കാറ്റഗറി 3 സൈക്കോളജിയുടെ മോഡൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം മോഡൽ എക്സാം. അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ K3 എല്ലാം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്, എന്നാൽ പോലും പുറത്തുനിന്ന് നമ്മൾ പ്രത്യേകിച്ചും സിലബസ് എടുത്ത് പറയാത്ത എന്നാൽ നമുക്ക് ഒരു കണക്റ്റഡൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാം 1 എങ്ങനെയാണ് നമ്മൾ ചെയ്ത് ആ ഒരു രീതിക്ക് തന്നെയാണ് ഒന്ന് രണ്ട് പുതിയ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് വായിച്ചാൽ നിങ്ങൾ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസറിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു സെഷനിലോട്ട് പോവാം. പറ്റുമെങ്കിൽ ഒരു ബുക്കിലോ പേപ്പറിലോ ആൻസേഴ്സ് നോട്ട് ചെയ്ത ശേഷം നിങ്ങളൊന്ന് ചെയ്യാൻ മാർക്കൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിക്കും, ദെൻ ലാസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കരിക്കുലം പാറ്റേൺസ് ഈസ് മോർ സസ്പെക്റ്റബിൾ ടു ദി criticism of fostering knowledge fragmentation and neglecting the holistic development and interest of the learner? Option A, problem centered curriculum. Option B, subject centered curriculum. Option C, learner centered curriculum. And option D, activity centered curriculum. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which statement best describes the relationship between scholastic and non-scholastic assessment? Option A, they are mutually exclusive. Option B, scholastic is more important than non-scholastic. Option C, they complement each other for holistic development. Option D, non-scholastic should replace scholastic assessment. അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്, which of the following is a hallmark of adolescence? Option A, egocentrism. Option B, identity exploration. Option C, object permanence. Option D, basic motor skills. Fourth one, according to Kohlberg, the highest level of moral reasoning is? Option A, pre-conventional. Option B, conventional level. Option C, post-conventional level. Option D, concrete operational. Okay, next question. Children with special needs may need, option A, uniform instruction. Option B, individualized education plan. Option C, standard curriculum. Option D, no accommodations. Next one, individual differences can impact. Option A, learning styles. Option B, emotional regulation. Option C, social interactions. Option D, all of the above. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണേ, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ മേ ഇൻക്ലൂഡ് വേരിഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഓപ്ഷൻ ബി, യൂണിഫോം ലെസൺ പ്ലാൻസ്. ഓപ്ഷൻ സി, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി, സ്ട്രിക്റ്റ് ഡെഡ് ലൈൻസ്. എയ്ത്ത് വൺ, ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ കർട്ട് ലെവിൻ, സ്പിയർമാൻ, ആൾപോർട്ട്, സ്കിന്നർ. Ninth one, remedial programs are most effective for advanced learners, students with learning difficulties, gifted students, all students. കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾമാൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻക്ലൂഡ്സ് വിച്ച് സ്കിൽ? ഫിസിക്കൽ കോർഡിനേഷൻ, സെൽഫ് റെഗുലേഷൻ, അബ്സ്ട്രാക്റ്റ് റീസണിംഗ്, മോട്ടോ സ്കിൽസ്. Next one, the psychologist William Stern is associated with learning, intelligent quotient IQ, memory. Option D, perception. ഇപ്പോൾ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണിക്കുന്നത് കൊണ്ടാണ് ഒറ്റവട്ടം ക്വസ്റ്റ്യൻ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പേഴ്സും എല്ലാം പഠിക്കാനുണ്ടാകും. സോ ടൈം ഒരുപാട് വേസ്റ്റ് ആക്കുന്നില്ല, സ്പീഡിൽ തന്നെ പറഞ്ഞു പോകാം കേട്ടോ. Next one, group factor theory of intelligence was given by Guilford, Thurston, Spearman, Thorndike. Answer കിട്ടിയല്ലോ. ഇനി 13th question, verbal association is a part of Gardner's theory of multiple intelligence, Piaget theory of cognitive development, Bruner's theory of instruction, Gagne theory of learning.
Next one, in which type of Guilford dimension the components convergent production, memory and cognition belong to? Operations, product, content, unit. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇസ് ദ മോഡൽ ആം ഓഫ് ദ പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ഫ്രോയിഡ്? സൂപ്പർ ഈഗോ, പ്രിക്കോൺഷ്യസ്, ഈഗോ, ഇത്. ഡാഷ് ഇസ് ദ മോറൽ ആം ഓഫ് ദ പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ഫ്രോയിഡ്? സൂപ്പർ ഈഗോ, പ്രിക്കോൺഷ്യസ്, ദെൻ ഈഗോ, ഇത്. കിട്ടിയല്ലോ. ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ. ദ തിയറി ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ വാസ് ഗിവൺ ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്, എബ്രഹാം മാസ്ലോ, ഹള്ള്, മാക്ലെലൻഡ്. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു പിയാഷെ, 4 ബേസിക് എലമെൻറ്റ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ആർ മെച്ചുറേഷൻ, എക്സ്പീരിയൻസ്, സോഷ്യൽ ട്രാൻസ്മിഷൻ ആൻഡ് ഇക്വിലിബ്രേഷൻ. എക്സ്പീരിയൻസ്, ലേണിംഗ്, എപ്ലിക്കേഷൻ എന്നാണ് കേട്ടോ. നോളജ്, ദെൻ ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അറ്റൻഷൻ, അനാലിസിസ്, സിന്തസിസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. അക്കോർഡിംഗ് ടു പിയാഷെ, 4 ബേസിക് എലമെൻറ്റ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ആർ. ഓപ്ഷൻസ് നോക്കി നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഇൻഡിവിജ്വൽസ് പെയിൻഫുൾ തോട്ട്സ്, ഐഡിയാസ് ആൻഡ് മെമ്മറീസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ഹിസ് കോൺഷ്യസ്നസ് വിത്തൗട്ട് ദി പേഴ്സൺസ് അവെയർനെസ് ഓഫ് ഇറ്റ്. ദിസ് ഈസ് റിഗ്രഷൻ, വിഡ്രോവൽ, റിപ്രഷൻ, സബ്ലിമേഷൻ. ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 10 cards depicting animals in different life situations. Children project their feeling and experience on the animals of the card. Which test is it? Thematic apperception test, Rorschach inkblot test, word association test, children's apperception test. Okay ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Personality is an integrated pattern of traits. Who defined personality like this? J.P. Guilford, Sigmund Freud, Ossipel, Carl Roger. അടുത്ത ക്വസ്റ്റ്യൻ. The learner is destined to imbibe typical characteristics of his or her individual character. This stage of affective domain is valuing, characterization by a value, organization, receiving. അടുത്ത ക്വസ്റ്റ്യൻ. The linguist dash opinion that language has strong biological basis with children biologically prepared to learn language at a certain time and in a certain way. ഓപ്ഷൻ എ നോം ചോംസ്കി, ലെവ് വൈഗോട്സ്കി, മറിയ മോണ്ടസോറി, ദെൻ ജീൻ പിയാഷെ. ഒപ്പീനിയൻ നിന്നുണ്ടോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആരുടെ അഭിപ്രായമാണ് ഇങ്ങനെ എന്നാണ് ഒന്ന് മനസ്സിലാക്കി ആൻസറിലോട്ട് പോവാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് തിയറി ഹാസ് മേഡ് ലേണിംഗ് ആൻഡ് ഇൻ്റലിജൻറ്റ് ടാസ്ക് റിക്വയറിംഗ് മെൻ്റൽ എബിലിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് മൈൻഡ് ഫംബ്ലിംഗ് ആൻഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസസ് ടു സ്പെസിഫിക് സ്റ്റിമുലൈ. Classical conditioning, operant conditioning, field theory of learning, insightful learning. Dash theory has made learning an intelligent task requiring mental abilities instead of mind fumbling and automatic responses to specific stimuli. 24th question. Which one of the following is not the teacher behavior under student stimulus variation? Teacher movement, change in speech pattern, positive verbal reinforcement, teacher gestures. Which one of the following is not the teacher behavior under stimulus variation? Teacher movement, change in speech pattern, then positive verbal reinforcement, teacher gestures. 25th question. The last stage of creative thinking: incubation, verification, preparation, imagination. The last stage of creative thinking: incubation, verification, preparation, imagination. Next one. Which of the following is the lowest level of thinking according to Bloom? Remembering, understanding, evaluating, creating. 27th question. Clark L. Hull is associated with cognitive development theory, drive reduction theory, theory of insight, one factor theory. കിട്ടിയല്ലോ അല്ലേ. ഇനി 28th ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോ ഓഫ് ലേണിംഗ് ബൈ തോണ്ടേക്ക്?
law of readiness, law of attitude, law of exercise, law of effect. 29th question, which one illustrate a person with linguistic intelligence? Sensitivity to pitch, melody and tone. Then option B, sensitivity to the meaning and order of words and varied use of language. Then ability to know the feeling of others, the ability to perform mental activities and form long chains if reasoning. കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 30th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റെപ്രസെന്റ്സ് ദ മീനിങ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? Option A, a system of education where the disabled children are given special care. A system where the special children are taught by trained professionals. A system where normal children and children with special needs are taught together. A system where normal children are asked to teach the special children. Which statement represents the meaning of inclusive education? Okay, ini അടുത്ത question. At which stage do children begin to understand hypothetical and deductive reasoning? Sensory, motor, pre-operational, concrete operational, formal operational. കിട്ടിയല്ലോ. അടുത്ത question. The concept of cognitive map is associated with Edward Tolman, Jerome Bruner, Jean Piaget, Louis Terman. Tolman, Bruner, Piaget, Terman. The concept of cognitive map is associated with കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് എ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം? എ മെത്തേഡ് ഓഫ് ടീച്ചിങ്, എ കോൺഷ്യസ് ഡിസിഷൻ ടു അവോയ്ഡ് ഹോംവർക്ക്, എ സ്ട്രാറ്റജി ടു ഇംപ്രൂവ് ടെസ്റ്റ് സ്കോർസ്, ആൻ അൺകോൺഷ്യസ് പ്രോസസ് ടു റെഡ്യൂസ് ആൻസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. അസസ്മെന്റ് ആസ് ലേണിംഗ് ഈസ് സെൽഫ് അസസ്മെന്റ്, കണ്ടിന്യൂസ് അസസ്മെന്റ്, പിയർ അസസ്മെന്റ്, ടേം അസസ്മെന്റ്. Okay, next question. What is the primary characteristics of a spiral curriculum? Linear progression through topics, returning to the same topics over time, building on previous knowledge, focusing on a single topic throughout the course, emphasizing rote memorization. കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജനറൽ പേപ്പറിലായിക്കോട്ടെ, നിങ്ങളുടെ ജനറൽ പേപ്പർ മീൻസ് നമ്മുടെ K3യുടെ ആപ്റ്റ്യൂഡ് ലെവൽ പെഡഗോജി ആയിക്കോട്ടെ, ദെൻ നിങ്ങളുടെ സബ്ജക്റ്റിൽ വരുന്ന പെഡഗോജി ആയിക്കോട്ടെ, കുറച്ച് സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കോമൺ പെഡഗോജി ടോപ്പിക്സ് എല്ലാം നമ്മളൊരു മാരത്തോൺ സെഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒരു ക്യാപ്സൂൾ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാരത്തോൺ സെഷൻ പോലെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 1-2 ക്ലാസ് മാത്രം ലെങ്തിയുള്ള, ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം എടുത്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുക. ഏകദേശം 4-5 ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ലാസ്റ്റ് പാർട്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ വരുന്ന പെഡഗോജി ആയിക്കോട്ടെ, നമ്മുടെ സൈക്കോളജിയിൽ വരുന്ന പെഡഗോജി സെഷൻസ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കണ്ട് പഠിച്ച് വെച്ചാൽ, കാരണം നമുക്ക് 2 ദിവസം മാത്രമേ എക്സാമിനുള്ളൂ. സോ മാക്സിമം എന്ത് ചെയ്യുക, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ two main components of adolescent egocentrism according to David L. Kite? Imaginary audience and personal fable, self-esteem and peer pressure, cognitive dissonance and social learning, emotional regulation and self-awareness. 2 components of egocentrism, adolescent egocentrism according to David L. Kite. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സ്റ്റേജ്? ഓപ്ഷൻ എ, എക്സ്പ്ലോറിംഗ് വൺസ് ഐഡന്റിറ്റി ആൻഡ് ഫൈൻഡ്സ് വൺസ് പ്ലേസ് ഇൻ ദ വേൾഡ്, ഡെവലപ്പിംഗ് ട്രസ്റ്റ് വിത്ത് കെയർ ഗിവേഴ്സ്, ലേണിംഗ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഫോമിംഗ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. Then 38th question. How does NCF aim to improve the quality of education? Options നോക്കാം. By introducing new assessment methods, by promoting teacher-centered learning, by focusing on core subjects only, by making learning more relevant and meaningful. Next one. Meaning of curriculum is textbook. Option B, sum total of educational experiences. Option C, social experience. Option D, educational innovations. Meaning of curriculum. Then നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ദി ഔട്ട്കം ഓഫ് ദ പ്രോജക്റ്റ്? Okay, students will memorize more information. Option B,
Students will develop skills in collaboration and communication. Students will focus solely on academic achievements. Students will rely more heavily on teachers. What is an expected outcome of the project method? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ആൻസർ ചെയ്തോ? അപ്പോൾ നമുക്ക് എന്തായാലും ആൻസറിലോട്ട് പോവാം അല്ലേ? ആൻസറിലോട്ട് പോവാം. അതിന് മുമ്പായി നമ്മുടെ K3യുടെ സൈക്കോളജി അത്യാവശ്യം ഒന്ന് പഠിച്ചായിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ, ഒന്ന് റിവിഷൻ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 400 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. വേണ്ട സ്ക്രീൻ കാർഡ് നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ആൻസറിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കരിക്കുലം പാറ്റേൺസ് ഈസ് മോസ്റ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസർ മാത്രം പറഞ്ഞു. കാരണം എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ് ആൻസറിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? സബ്ജക്ട് സെൻറ്റേർഡ് കരിക്കുലം. നിഗ്ലക്റ്റിംഗ്, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരൊറ്റ വാക്കും മതി. നിഗ്ലക്റ്റിംഗ് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണർ. അപ്പോൾ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റും അതിന് നിഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണർ നിഗ്ലക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഒരൊറ്റ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം സെൻറ്റേർഡ് ആയിക്കോട്ടെ, ലേണർ സെൻറ്റേർഡ് ആയിക്കോട്ടെ, ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് കുട്ടികളുടെ ലേണറുടെ ഇൻട്രസ്റ്റും നീറ്റിനും ബേസ് ചെയ്തിട്ടാണ്. സോ സബ്ജക്ട് സെൻറ്റേർഡ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കിട്ടുമല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ആപ്റ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കോമൺ പെഡഗോജി ടോപ്പിക്സ് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് ചെയ്യുന്ന അതിൻ്റേതായിട്ട് സ്പെഷ്യൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ശരിക്കും ഒന്നോ രണ്ടോ വട്ടം വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ നോക്കൂ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോളാസ്റ്റിക് ആൻഡ് നോൺ സ്കോളാസ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമുക്കറിയാം അതെന്താ? കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ ആണ് അല്ലേ? ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ CC ഒക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും അല്ലേ? സോ ദേ കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. സോ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്പ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹോൾമാർക്ക് ഓഫ് അഡോളസൻസ് നമുക്കറിയാം ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ കോൾബർഗിൻ്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് മോറൽ റീസണിങ് വരുന്നത് ഏത് ലെവലിലാണ്? അപ്പോൾ നമുക്കറിയാം പ്രീ കൺവെൻഷൻ, കൺവെൻഷൻ ആൻഡ് ദെൻ പോസ്റ്റ് കൺവെൻഷൻ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് പോസ്റ്റ് കൺവെൻഷനൽ എന്നുള്ളത്. നെക്സ്റ്റ് വൺ. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് മേ നീഡ് എന്ത് പറയാം? നമുക്ക് സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികൾക്ക് നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് ആവശ്യമായിട്ട് വരും അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഫിഫ്ത്ത് വൺ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ ആൻസേഴ്സ് എല്ലാം? ദെൻ ഓപ്ഷൻ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ഇമ്പാക്ട്. ഈ പറഞ്ഞ എല്ലാത്തിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക അല്ലേ? ഓൾ ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. ലേണിംഗ് സ്റ്റൈൽസും ഇമോഷണൽ റെഗുലേഷൻ സോഷ്യൽ ഇൻട്രാക്ഷൻസ് എല്ലാം ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബോവ് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി തന്നെയായിരിക്കും റൈറ്റ് ആൻസർ. ഈ സെവൻത്ത് വൺ. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ മേ ഇൻക്ലൂഡ്. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? വെറൈറ്റി ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നാണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ വെറി ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ്. ദെൻ ഫീൽഡ് തിയറി ആരുടേതാണ്? കേർട്ട് ലെവിൻ്റെ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ എല്ലാം ഡിഫിക്കൽട്ടി ആവണം. നമുക്ക് എല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ലെവൽസും മോഡറേറ്റ് ആവറേജ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കഴിഞ്ഞൊരു മോക്ക് ടെസ്റ്റും ഈ ഒരു മോക്ക് ടെസ്റ്റും നമ്മൾ 2 മോഡൽ എക്സാംസും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദെൻ റെമഡിയൽ പ്രോഗ്രാംസ് ആർ മോസ്റ്റ് ഇഫക്റ്റീവ് ഫോർ. ആർക്കാണ് റെമഡിയൽ പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്കാണ് അല്ലേ? നമ്മൾ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് നമുക്ക് റെമഡിയൽ മെഷേഴ്സ് ആവശ്യമില്ല അല്ലേ? സോ സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണ് റൈറ്റ് ആൻസർ. 9th വൺ ഓക്കെ ആണല്ലോ. ഇനി 10th വൺ. ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൽ ഇൻക്ലൂഡ് വിച്ച് സ്കിൽ ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻസ് വായിക്കാൻ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സെൽഫ് റെഗുലേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ വില്യം സ്റ്റേൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്? IQ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റുമായിട്ടാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ 12th വൺ. ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് വാസ് ഗിവൺ ബൈ ആരാണ്? തേഴ്സ്റ്റൺ ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ വെർബൽ അസോസിയേഷൻ ഈസ് എ പാർട്ട് ഓഫ് നമ്മുടെ ഗാഗ്നയുടെ തിയറി ഓഫ് ലേണിംഗിലാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 14th വൺ. ഗിൽഫോർഡിൻ്റെ ഈ പറഞ്ഞ പോലെ കൺവേർജൻ പ്രൊഡക്ഷൻ മെമ്മറി കൊഗ്നീഷൻ എല്ലാം വരുന്നത് ഏത് കമ്പൗണ്ടിനകത്താണ് വരുന്നത്? ഏത് ഡയമെൻഷനിലാണ് ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ കാറ്റഗറീൻ്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ കമ്പോണൻസ് ആയ കൺവേർജൻറ്റും പ്രൊഡക്ഷനും ഡൈവേർജൻ പ്രൊഡക്ഷൻ മെമ്മറി കൊഗ്നീഷൻ എല്ലാം വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് വൺ. ദ മോറൽ ആം ഓഫ് ദ പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്. നമുക്കറിയാം മൊറാലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? സൂപ്പർ ഈഗോ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. തിയറി ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആരുടെയാണ്? മാക്ലെലൻ്റെ ആണ് അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്.
Then according to Piaget, four basic elements in development are. ഇത് മേ ബി കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും, പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്ട്രാ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മെച്യൂറേഷൻ, എക്സ്പീരിയൻസ്, സോഷ്യൽ ട്രാൻസ്മിഷൻ ആൻഡ് ഇക്വിലിബ്രേഷൻ ഇതാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ പിയാഷയുടെ അഭിപ്രായ പ്രകാരമുള്ള ഡെവലപ്മെൻറ്റ് 4 എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് ഈ മെച്യൂറേഷൻ മീൻസ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ സൈക്കോളജിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെയാണ് മെച്യൂറേഷൻ എന്ന ടേമിൽ ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് മീൻസ് എന്താണ്? ഇൻട്രാക്ഷൻ അല്ല, ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻറ്ററാക്ഷനാണ് എക്സ്പീരിയൻസ് എന്ന ടേമിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ സോഷ്യൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുമല്ലോ, അതിനാണ് ഈ സോഷ്യൽ ട്രാൻസ്മിഷൻ എന്ന ഒരു എലമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇക്വിലിബ്രേഷൻ നമുക്കറിയാം, ബാലൻസിങ് ഓഫ് അസിമിലേഷൻ അക്കോമഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതാണ് ഇക്വിലിബ്രേഷൻ. സോ ഈ ഒരു 4 ഫാക്ടേഴ്സാണ്, ഈ ഒരു 4 ഫാക്ടേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഈ 4 സ്റ്റേജസ് എല്ലാം നമുക്ക് കടന്നു വരുമല്ലോ, ആ ഒരു സ്റ്റേജസ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സോ അങ്ങനെയാണ് ഈ ഒരു തിയറിൻ്റെ ഒരു എലമെൻറ്റ് 4 ബേസിക് എലമെൻറ്റ്സ് എന്ന രീതിയിൽ നമ്മുടെ പിയാഷെ പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, പുതിയ സംഭവമാണ്. അപ്പോൾ മെച്യൂറേഷൻ, എക്സ്പീരിയൻസ്, സോഷ്യൽ ട്രാൻസ്മിഷൻ, ഇക്വിലിബ്രേഷൻ ആണ് നമ്മുടെ 4 ബേസിക് എലമെൻറ്റ്സ് ഇൻ ഡെവലപ്പ് പിയാഷയുടെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എന്താണ്? 18th വന്നിൻ്റെ പെയിൻഫുൾ തോട്ട്സ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഓപ്ഷൻ സി ആണ്, റിപ്രഷൻ ആണ് അല്ലേ. കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The test consists of 10 cards depicting animals in different life situation. അപ്പോൾ ഒരു കാർഡിൽ ടെസ്റ്റിൽ 10 കാർഡ്, അതിൽ ഡിഫറെൻറ്റ് ലൈഫ് സിറ്റുവേഷനെ ഡിപ്പിക്റ്റ് ചെയ്യുന്ന 10 അനിമൽസുമായി ബന്ധപ്പെട്ട് 10 കാർഡാണ് കൊടുക്കുന്നത്. ഇവിടെ ചിൽഡ്രൻ പ്രൊജക്ട് ദെയർ ഫീലിംഗ്സ് ഓൺ എക്സ്പീരിയൻസ് ഓൺ ദ അനിമൽസ് ഓഫ് ദ കാർഡ്. അപ്പോൾ ആ കാർഡിലെ അനിമൽസിൻ്റെ നോക്കിയിട്ട് ആ കുട്ടികൾ അത് നോക്കിയിട്ട് ആ ഫീലിങ്സ് എന്താണാവോ ആ ഒരു അനിമലുമായി ബന്ധപ്പെട്ട് കാണിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ലൈഫ് സിറ്റുവേഷൻസ് ആണ് ആ കാർഡിലൂടെ കാണിക്കുന്നത്. സോ ഓരോരോ കാർഡും ഓരോ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കും. സോ അപ്പോൾ അത് നോക്കിയിട്ട് കുട്ടികൾ അതിൽ എന്താണ് ഫീലിങ്സ് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ടെസ്റ്റാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ എന്ന് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എക്സാമിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീമാറ്റിക് അപ്പർസെപ്ഷനുമായിട്ട് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു രീതിയിൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചിലപ്പോൾ മേ ബി വേറെ അതിൻ്റെ ഓപ്ഷൻസിലൊക്കെ നമുക്ക് കാണുന്ന ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റൊക്കെ നമുക്കുള്ളതാണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇടാമെന്ന് അല്ലേ. അപ്പോൾ ഇത് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. നിങ്ങൾക്ക് വേണം ചിൽഡ്രൻ കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ആ കാർഡിൽ എന്താണ് അനിമലിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാണിച്ചേക്കുന്നത്. സോ അതനുസരിച്ച് കുട്ടി എന്ത് ചെയ്യും, ആ ഫീലിംഗ് എന്താണെന്നുള്ള കാര്യം പറയും. സോ അല്ലെങ്കിൽ അതുമായിട്ട് ഷെയർ ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കഴിഞ്ഞൊരു എക്സാമിൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, പേഴ്സണാലിറ്റി ഈസ് എൻ ഇൻ്റഗ്രേറ്റഡ് പാറ്റേൺ ഓഫ് ട്രൈറ്റ്സ് ഹൂ ഡിഫൈൻ പേഴ്സണാലിറ്റി ലൈക്ക് ദിസ്. അപ്പോൾ ഇത് ഗിൽഫോർഡിൻ്റെ ഒരു ഡെഫിനേഷനാണ് കേട്ടോ. ഗിൽഫോർഡാണ് ഇങ്ങനെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന കാര്യം നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തമായി ക്ലിയർ ആയിട്ട് നമ്മുടെ മാരത്തോൺ സെഷൻസിലെല്ലാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എന്താണ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്, ക്യാരക്ടറൈസേഷൻ ബൈ എ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ വാല്യൂ തൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാകുക എന്ന് പറയുമ്പോൾ അതാണ് ക്യാരക്ടറൈസേഷൻ ബൈ എ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആരുടെ അഭിപ്രായമാണ്? ദ ലിംഗ്വിസ്റ്റ് ഒപ്പീനിയൻ ദാറ്റ് ലാംഗ്വേജ് ഹാസ് സ്ട്രോങ് ബയോളജിക്കൽ ബേസിസ് വിത്ത് ചിൽഡ്രൻ ബയോളജിക്കലി പ്രിപ്പയർ ടു ലേൺ ലാംഗ്വേജ് അറ്റ് എ സർട്ടൺ ടൈം ആൻഡ് ഇൻ എ സർട്ടൺ വേ. ഇത് നമുക്ക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ നോം ചോംസ്കിനെ റെഫർ ചെയ്യാം. ആക്ഷൻ ഓപ്ഷൻ എ തന്നെയാണ്, നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ട ഇദ്ദേഹം പറയുന്ന ഒരു ഒപ്പീനിയൻ തന്നെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ഏത് തിയറിയിലാണ് ഇൻ്റലിജൻറ്റ് ടാസ്ക് റിക്വയർ മെൻ്റൽ എബിലിറ്റീസ് ആ സംഭവത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തിയറി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. നമ്മുടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഗസ്റ്റാൾട്ട് തിയറി എന്നൊക്കെ പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ടീച്ചർ ബിഹേവിയർ അണ്ടർ സ്റ്റിമുലസ് വേരിയേഷനിൽ വരാത്തത്? ഇതും നമ്മൾ നമ്മുടെ കോമൺ പെഡഗോജിയിലെല്ലാം ഡിസ്കസ് ചെയ്തത് മൈക്രോ ടീച്ചിങ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഏതായിരിക്കും വരിക? ഈസിയായി കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആണ് സ്റ്റിമുലസ് വേരിയേഷൻ്റെ അണ്ടറിൽ വരാത്തത്, ബാക്കിയെല്ലാം വരുന്നതാണ് കേട്ടോ.
ഇനി 25th ക്വസ്റ്റ്യൻ. ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. ദെൻ ലോവസ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് അക്കോർഡിംഗ് ടു ബ്ലൂമിൻ്റെ ലോവസ്റ്റ് ലെവൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, റിമെമ്പറിങ് ആണ് അല്ലേ? ഓപ്ഷൻ എ റിമെമ്പറിങ് കിട്ടിയിട്ടുണ്ടാവും. ദെൻ ക്ലാർക്ക് എ ഹൾ ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഹള്ളിൻ്റെ എന്താണ്? ഡ്രൈവ് റിഡക്ഷൻ തിയറി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഡ്രൈവ് റിഡക്ഷൻ തിയറി. 28th ക്വസ്റ്റ്യൻ. നോട്ട് എ ലോ ഓഫ് ലേണിംഗ് ബൈ തോണ്ടേക്ക്. നോട്ട് എ ലോ ഏതാണ്? നമുക്ക് റെഡിനെസ് ഉണ്ട്, എക്സസൈസിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. അങ്ങനത്തെ ഒരു ലോ ഇല്ല തോണ്ടേക്കിൻ്റെ തിയറിയിൽ അല്ലേ? ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. ദെൻ 29th ക്വസ്റ്റ്യൻ. നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസുമായിട്ട് പറ്റുന്ന ഒരു കറക്റ്റായിട്ട് വരുന്ന സംഭവം ഏതാണ് എന്നാണ്. ഏതായിരിക്കും? ലാംഗ്വേജ് മീൻസ് ആ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് കണക്ട് ചെയ്യാം. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സെൻസിറ്റിവിറ്റി ടു ദ മീനിങ് ആൻഡ് ഓർഡർ ഓഫ് വേർഡ്സ് ആൻഡ് വേരിയഡ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളത്. ഇനി അടുത്ത 30th ക്വസ്റ്റ്യൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മീനിങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ? നോർമൽ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആർ തോട്ട് ടുഗദർ. ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതി തന്നെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 31th റിപ്പീറ്റ് ആയി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് വരുന്നത് ഏത് സ്റ്റേജിലാണ്? ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. ദെൻ ദ കൺസെപ്റ്റ് ഓഫ് കൊഗ്നിറ്റീവ് മാപ്പ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എഡ്വേർഡ് ടോൾമാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. PYQ ഡിസ്കഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നതായിരുന്നു ഇത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. Cognitive map, the concept of cognitive map is associated with Edward Tolman ആണ്. ഇനി 33th ക്വസ്റ്റ്യൻ. ഡിഫൈൻസ് മെക്കാനിസത്തിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അൺകോൺഷ്യസ് പ്രോസസ് ടു റെഡ്യൂസ് ആൻസൈറ്റി എന്നുള്ളത് തന്നെയാണ്. ദെൻ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ഈസ് എന്താണ്? സെൽഫ് അസസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി അടുത്തത് സ്പാറൽ കരിക്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നതിൽ ഏതായിരിക്കും അതിൻ്റെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്? നമ്മുടെ സ്പാറൽ കരിക്കുലം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്. റിട്ടേണിംഗ് ടു ദ സെയിം ടോപ്പിക്സ് ഓവർ ടൈം, ബിൽഡിംഗ് ഓൺ പ്രീവിയസ് നോളജ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മെയിൻ 2 കമ്പോണൻസ് ഓഫ് അഡോൾസൻസ് ഈഗോസെൻട്രിസം ഡേവിഡ് എൽക്കൻ്റെ ഏതാണ്? ഇമാജിനറി ഓഡിയൻസ് ആൻഡ് പേഴ്സണൽ ഫേബിൾ. ഓക്കെ. ദെൻ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സ്റ്റേജിൽ വരുന്ന സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്താണ്? എക്സ്പ്ലോറിംഗ് വൺസ് ഐഡൻറ്റിറ്റി ആൻഡ് ഫൈൻഡിങ് വൺസ് പ്ലേസ് ഇൻ ദ വേൾഡ്. കിട്ടിയല്ലോ. 37th ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ NCFൻ്റെ ഹൗ ഡസ് NCF എയിം ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. താഴത്ത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏത് തന്നെയാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്. ബൈ മേക്കിംഗ് ലേണിംഗ് മോർ റിലവൻറ്റ് ആൻഡ് മീനിങ് ഫുൾ എന്നാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മീനിങ് ഓഫ് കരിക്കുലം മീൻസ് എന്താണ്? സം ടോട്ടൽ ഓഫ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. പ്രോജക്റ്റ് മെത്തേഡിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഔട്ട്കം ആയിട്ട് പറയാൻ പറ്റുന്നത് താഴെ തന്നതിൽ ഏതാണ്? സ്റ്റുഡൻസ് വിൽ ഹാവ് ഡെവലപ്ഡ് സ്കിൽസ് ഇൻ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മോഡൽ എക്സാം? ഈസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒത്തിരി പേരൊന്നും മാർക്കിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല, മറച്ചു വയ്ക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി വേഗം ഒന്ന് പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം ഇവിടെ കഴിഞ്ഞു. ഇനി ഒരു മോഡൽ എക്സാം വേണം എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു മോഡൽ എക്സാമിന് മുമ്പ് ഒരു മോഡൽ എക്സാം കൂടി കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം ഞാൻ അടുത്ത മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് ചുമ്മാ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു മോഡൽ എക്സാം നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസും നമ്മൾ ട്രെൻഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും എല്ലാ ഏരിയാസും മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മോഡൽ എക്സാം എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് മുമ്പായിട്ട് ഒരു മോഡൽ എക്സാം കൂടി മാക്സിമം തരാൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദെൻ ക്വസ്റ്റ്യൻ ബാങ്ക് വേണം എന്നുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് റെഫർ ചെയ്യാം. ദെൻ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട്
കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. കുറേ പേരൊന്നും നമ്മുടെ ചാനൽ കാണുന്നൊക്കെയുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്നുള്ള ഭയങ്കര വിഷമം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബർ കോഡ് നിങ്ങൾ ഓരോരുത്തർ കൂടുതൽ പേര് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കും കൂടെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദെൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തുക കേട്ടോ. ദെൻ നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. കീപ് വാച്ചിങ്. താങ്ക് യു.